നമസ്കാരം, ഹരീഷാണ്. എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. അയ്യപ്പൻ്റെ ചരിതം, ശാസ്താവിൻ്റെ ചരിതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാസ്താവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അയ്യപ്പൻ ആരാണെന്നും നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. ലളിതാംബികയുടെ അനുഗ്രഹത്താൽ ശിവവിഷ്ണു പുത്രനായി, ഹരിയും ഹരൻ്റെയും പുത്രനായി ജനിച്ച ശാസ്താവും പന്തളം രാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ വളർത്തുപുത്രനായ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പനെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ശബരിമലയുടെ കുറച്ച് സവിശേഷതകൾ പറഞ്ഞു തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. വീട്ടിലെല്ലാവർക്കും ഇത് കാണിക്കുക, കുട്ടികൾ പ്രത്യേകിച്ചും. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. സ്വാമിയെ ശരണമയ്യപ്പ. നമുക്ക് തുടങ്ങാം. ഇരുമുടി കെട്ടേന്തി കാനന പാതയിലൂടെ നാളുകൾ നടന്ന് അന്ന് എല്ലാവരും ശബരിമലയിൽ എത്തിച്ചേരുന്നിരുന്നു. പണ്ടുകാലത്തൊക്കെ ശബരിമല എന്നത് ഒരേ ഒരു ദിവസം മാത്രമാണ് തുറന്നിരുന്നത്. അന്നത്തെ യാത്ര അത്ര ദുഷ്കരമായിരുന്നതിനാലാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. മകരവിളക്ക് ആ ദിവസം മാത്രമായിരുന്നു ശബരിമല തുറന്നിരുന്നത്. അത് കഴിഞ്ഞ് ഭക്തജന തിരക്ക് കൂടുതലായത് കാരണം മണ്ഡലകാലങ്ങളും അതേപോലെ തന്നെ മാസപൂജകളും വന്നു തുടങ്ങി. മാസപൂജകൾ ആ സമയത്ത് 2 മാസത്തിൽ ഒരിക്കലായിരിക്കും തുറക്കുക. അതായത് ഈ മാസം 28, 29 അല്ലെങ്കിൽ 30-ാം തീയതി തുറന്നിട്ട് 2 ദിവസം അടുത്ത മാസം 28, 29, 30 അടുത്ത മാസം 1, 2 എന്നുള്ള ദിവസങ്ങളിൽ തുറന്നു കഴിഞ്ഞാൽ 2 മാസം ഒരുമിച്ച് പൂജ ചെയ്തതുപോലെയാണല്ലോ. അന്നൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ ശബരിമലയിൽ എത്തിച്ചേരണമെങ്കിൽ ഒരേ ഒരു വഴി എരുമേലി വഴിയുള്ള കാനന പാതയാണ്. ഏകദേശം 40 കിലോമീറ്ററിലധികം നടന്ന് 18-ാം പടി കയറി അയ്യപ്പനെ കാണാൻ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന പമ്പ വഴിയുള്ള ആ വഴി അത് 1960കളിൽ മാത്രം വന്നതാണ്. അത് ഒരു പരമ്പരാഗത വഴിയല്ല. പരമ്പരാഗത വഴി എന്ന് പറയുന്നത് എരുമേലി കഴിഞ്ഞ് കരുവിലാന്തോട്, അതേപോലെ തന്നെ അഴുതാ നദി, കരിമല കയറി കരിമല ഇറങ്ങി വലിയാനവട്ടം ചെറിയാനവട്ടം കടന്ന് പമ്പയിലെത്തി നീലിമല അപ്പാച്ചിമേട് കയറി ശബരിപീഠം കഴിഞ്ഞ് മരക്കൂട്ടം അല്ലെങ്കിൽ ശബംകുത്തി വഴി സന്നിധാനത്തിൽ എത്തിച്ചേരുക എന്നുള്ള വഴിയാണ്. ആ ദുഷ്കരമായ യാത്ര എന്തിനെയാണ് സാധൂകരിക്കുന്നത്? മനുഷ്യൻ്റെ ഈ ജീവിതത്തിലൂടെയുള്ള യാത്രയെ തന്നെയാണ്. കാനനം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് തന്നെയാണ്. അപ്പോൾ 18-ാം പടി എന്ന് പറഞ്ഞാൽ എന്താണ്? 18-ാം പടിക്ക് പലരും പലതരം നിർവചനങ്ങൾ കൊടുക്കുന്നുണ്ട്. 18 പുരാണങ്ങളെ അത് കുറിക്കുന്നുവെന്നും 18 മലകളെ അത് കുറിക്കുന്നുവെന്നും അയ്യപ്പൻ കയ്യിൽ ഉണ്ടായിരുന്ന 18 വിശേഷ ആയുധങ്ങളെ കുറിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിനു മുകളിലാണ് 18-ാം പടി എന്ന സങ്കല്പം. പഞ്ചേന്ദ്രിയങ്ങളെയും അഷ്ടവർഗങ്ങളെയും ത്രിഗുണങ്ങളെയും വിദ്യാവിദ്യകളെയുമാണ് 18 പടികൾ കുറിക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കാഴ്ച, കേൾവി, രുചി, മണം, അതേപോലെ തന്നെ സ്പർശനം, ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഒരാൾക്ക് അടക്കാൻ സാധിച്ചാൽ തന്നെ ഒരു മനുഷ്യജന്മം പകുതി വിജയിച്ചു. അതാണ് ആദ്യത്തെ 5 പടികൾ. അതേപോലെ തന്നെ അടുത്ത 8 പടികൾ അഷ്ടവർഗങ്ങളെയാണ് കുറിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 8 ശത്രുക്കളെയാണ് അത് കാണിക്കുന്നത്. കാമം, ക്രോധം, മോഹം, മതം, ലോഭം, മാത്സര്യം, അസൂയ, ധുംബി. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ
ആശകളെയും, കാമമെന്ന ആശകളെയും, ക്രോധമെന്ന ദേഷ്യത്തെയും, അതേപോലെ തന്നെ ഞാനെന്ന അഹങ്കാരത്തിലെയും ആർത്തിയെക്കുറിച്ചും മറ്റുള്ളവരോട് തോന്നുന്ന അസൂയെക്കുറിച്ചുള്ള താൻ പോരിമയെക്കുറിച്ചും ഇതൊക്കെ നമ്മുടെ ശത്രുക്കളായി തന്നെ കാണേണ്ടതാണ്. ഈ ശത്രുക്കളെ നിഗ്രഹിച്ച് അല്ലെങ്കിൽ ജയിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെയധികം നല്ലതായി തീരുന്നതാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ചു ആദ്യത്തെ 5 പടി കടന്നപ്പോൾ, അഷ്ടവർഗങ്ങളെയും ജയിച്ചു 13 പണികൾ കയറി കഴിഞ്ഞപ്പോൾ. പിന്നെ ജയിക്കേണ്ടത് ത്രിഗുണങ്ങളെയാണ്. തമോ ഗുണം, രാജസ ഗുണം, സത്വഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞത് ഇരുട്ടാണ്, നമ്മുടെ അലസത. രജസ് നമ്മുടെ ഊർജ്ജസ്വലതയാണ്, അത് നമ്മുടെ ആഗ്രഹങ്ങളെയും കാമക്രോധങ്ങളെയും കുറിക്കുന്നതാണ്. സത്വഗുണം എല്ലാത്തിൻ്റെയും ഉള്ള സാത്വികമായ ഭാവമാണ്. ഈ ഗുണങ്ങളെയെല്ലാം ജയിച്ച ഒരാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നിലുള്ളത് 2 കാര്യങ്ങൾ മാത്രമാണ്. വിദ്യ, അതായത് പൂർണ്ണമായ അറിവ്. അവിദ്യ, അറിവില്ലായ്മ. അതായത് എനിക്ക് എന്ത് അറിയാം, എന്ത് അറിയില്ല എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവേചനം. അറിഞ്ഞതിനെക്കുറിച്ച് അറിയാതിരിക്കാനും അറിയാത്തതിനെക്കുറിച്ച് അറിയാനുമുള്ള ആ ത്വര, അതാണ് വിദ്യയും അവിദ്യയും. ഇതിനെയൊക്കെ കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ജ്യോതിസ്വരൂപനായ അയ്യപ്പന്റെ മുന്നിൽ തത്വമസി ഭാവത്തിൽ ഭക്തനും ദൈവവും ഒന്ന് എന്നുള്ള ഭാവത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. അതാണ് 18ാം പടി എന്നുള്ള പടിയുടെ സങ്കല്പം. ഇരുമുടി കെട്ടില്ലാതെ 18ാം പടി കയറരുത് എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. എന്താണ് ഇരുമുടിക്കെട്ട് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.